ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇത്രയും പഴഞ്ചോറും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അത് ഇട്ടു കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ഒപ്പം നല്ലോണം കഴുകി വെച്ചതാണ് കേട്ടോ. അതേ കഴുകി വെള്ളത്തോട് കൂടിയാണ് വെച്ചിരിക്കണേ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറയുക, പക്ഷേ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ചോറ് മറ്റേ അരി കഴുകിയിട്ട് ഞാനിപ്പോൾ ഇട്ടിട്ട് വെള്ളം തിളച്ച് വരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതും കൂടി ഇടാൻ പോവാം കേട്ടോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ അരി തിളപ്പിച്ചിട്ട് അരി തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഞാൻ കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത്തിരി പഴഞ്ചോറുണ്ടായിരുന്നു, അപ്പം അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടാണ് കേട്ടോ. ഇത് ഫുള്ള് ഇടണം കേട്ടോ. അപ്പോൾ അതാ ചോറ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ചോറ് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ പഴഞ്ചോറ് ഇട്ടെന്ന് പറഞ്ഞില്ലേ, പഴഞ്ചോറ് ഇട്ടാലും ഏത് ചോറിട്ടാലും ഒരേ മാതിരിയാണ് വെന്തിരിക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് കൂടുതൽ വേവൊന്നും ആയിട്ടില്ല കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഇത് വാർക്കണം. വേണമെങ്കിൽ ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വാർക്കാം കേട്ടോ. നല്ല ചോറ് റെഡിയായി.